വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായുള്ള ബ്രഹ്മോസ് മിസൈൽ കരാറുകൾ അന്തിമഘട്ടത്തിലേക്ക്. ഏകദേശം 4000 കോടി രൂപയുടെ കരാറാണ് ഇരു രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെക്കാൻ പോകുന്നത് എന്നാണ് വിവരം. ഇരു രാജ്യങ്ങൾക്കും മിസൈൽ കൈമാറാൻ ബ്രഹ്മോസിലെ പങ്കാളിയായ റഷ്യയും അനുമതി നൽകിയതോടെയാണ് കരാർ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. ഡിസംബർ 4-ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ റഷ്യ ഇതിന് വാക്കാലുള്ള ഉറപ്പ് നൽകിയിരുന്നു. ഔദ്യോഗികമായ അനുമതി പത്രം മോസ്കോ നിന്ന് ഉടൻ ലഭിക്കുമെന്നാണ് സൂചന. ദക്ഷിണ ചൈന കടലിൽ വർദ്ധിച്ചുവരുന്ന ചൈനീസ് സാന്നിധ്യത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ഒരുങ്ങുന്നത്. ദക്ഷിണ ചൈന കടലിലെ അവകാശവുമായി ബന്ധപ്പെട്ട് വിയറ്റ്നാമിനും ഇന്തോനേഷ്യയ്ക്കും തർക്കങ്ങളുണ്ട്. ഇത് തുടരുന്നതിനിടെയാണ് തീരസുരക്ഷ ഉറപ്പുവരുത്താൻ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത്. ആസിയാൻ രാജ്യങ്ങളുടെ പ്രധാന പ്രതിരോധ പങ്കാളി എന്ന രാജ്യമായി ഇന്ത്യ ഉയർന്നുവരുന്നതിന് ഇരു രാജ്യങ്ങളുമായുള്ള ബ്രഹ്മോസ് ഇടപാട് സഹായിക്കും. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ തന്നെ മികച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ്. ഇതിന്റെ 290 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന പതിപ്പുകളാകും ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യ നൽകുക. ഫിലിപ്പീൻസാണ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങിയ ആദ്യ രാജ്യം. ഇതിനു പിന്നാലെയാണ് മറ്റു രാജ്യങ്ങളും മിസൈൽ വാങ്ങാൻ എത്തുന്നത്.